സിനിമാ ജീവിതത്തിൽ നേരിട്ട കയ്പേറിയ അനുഭവങ്ങൾ ആക്കമിട്ട് പറയാൻ നടിമാർക്കും വനിതാ ജീവനക്കാർക്കും ഊർജം പകരുന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിക്കഴിഞ്ഞു. മുതിർന്ന താരമെന്നോ ജൂനിയർ ആർട്ടിസ്റ്റെന്നോ ഭേദമില്ലാതെ പലരും തങ്ങളുടെ ദുരനുഭവം പറയാൻ മുന്നോട്ട് വന്നിരുന്നു. നടി ശോഭനയുടെ കാര്യവും വ്യത്യസ്തമല്ല. 31 വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോഴും വിജയചിത്രം തന്നെയാണ്. ശോഭനയെ മലയാള സിനിമയുടെ ഇന്നിൻ്റെ സാന്നിധ്യം എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നലകളിലെ ഹിറ്റുകൾക്ക് ഉടമയാണവർ. സിനിമയെക്കാളേറെ നൃത്തത്തെ സ്നേഹിക്കുന്ന മനസ്സാണ് ശോഭനയുടേത്. നൃത്ത പരിപാടികളിൽ ശോഭനയുടെ നൃത്തം ഒഴിച്ചുകൂടാൻ കഴിയാതെയായി മാറിക്കഴിഞ്ഞു. ചെന്നൈയിലെ തൻ്റെ സങ്കേതത്തിൽ പുതുതലമുറയ്ക്ക് നൃത്ത ചുവടുകൾ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് ശോഭന. മലയാള സിനിമയിൽ പ്രത്യേക ക്ഷണം ലഭിച്ചാൽ ശോഭന അഭിനയിക്കും. അങ്ങനെ പിറന്ന ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. അങ്ങനെയിരിക്കെ സിനിമാ ജീവിതത്തിൽ ശോഭന നേരിട്ട മോശം അനുഭവം ഒരുപാടാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ശോഭന നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിവ. കേരളത്തിൽ മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വെളിപ്പെടുത്തലുകൾക്കും വളരെ മുൻപേ സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ അനിവാര്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ താരം ശോഭനയാണ്. ഒരിക്കൽ അമിതാഭ് ബച്ചൻ്റെ ഇടപെടൽ മൂലം തനിക്ക് നല്ല രീതിയിൽ വേഷം മാറാൻ സ്ഥലം ലഭിച്ച കാര്യം ശോഭന പറഞ്ഞിരുന്നു. ഗുജറാത്തിലായിരുന്നു ഇത് നടന്നത്. മറ്റൊരു സന്ദർഭത്തിലും നടിക്ക് മോശം അനുഭവം ഉണ്ടായി. സിനിമയിൽ അഭിനയിക്കാൻ നേരം ഷാൾ അഥവാ ദുപ്പട്ട ധരിച്ചു നിന്ന ശോഭനയിൽ നിന്നും ആ ദുപ്പട്ട നിർബന്ധപൂർവ്വം എടുത്തു മാറ്റിയ ഒരു നിമിഷത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അത് ഷോക്ക് ഏൽപ്പിച്ചു എന്നും താരം ഓർക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് സിനിമാ ജീവിതത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിൽ ശോഭന നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വിവരം പുറത്തു വന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിന് ശോഭനയ്ക്ക് വ്യക്തതയില്ല. തമിഴ് സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ പോയതായിരുന്നു ശോഭന അന്ന്. ഇത് സ്ത്രീകളെ മാനിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണോ എന്ന ചോദ്യത്തിന് ആ ചെയ്തത് പുരുഷനല്ല സ്ത്രീയായിരുന്നു എന്നാണ് ശോഭന നൽകിയ പ്രതികരണം. ഒരു പുരുഷന് വന്ന് അത്രയും അധികാരത്തോടെ ദുപ്പട്ട എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്ന് ശോഭനയുടെ മറുചോദ്യം. അമ്മ ഈ ദുപ്പട്ടയൊന്നും വേണ്ട എന്ന് ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ പറഞ്ഞതിനാൽ ഈ വിഷയം അക്കാലത്ത് ലഘൂകരിക്കപ്പെട്ടു പോയതായി ശോഭന ഓർക്കുന്നു. അതിനുശേഷം ഒട്ടനവധി തമിഴ് സിനിമകളിൽ ശോഭന വേഷമിട്ടു. നടൻ രജനീകാന്തിൻ്റെ നായികയായും ശോഭന അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ശക്തമായി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ശോഭന. അടുത്ത ചിത്രത്തിൽ നടൻ മോഹൻലാലിൻ്റെ നായികയാകും. ഒട്ടേറെ വിജയചിത്രങ്ങളിലെ ജോഡികളായിരുന്നു മോഹൻലാലും ശോഭനയും. ഭാര്യ ഭർത്താക്കന്മാരുടെ വേഷത്തിലാണ് ഇവർ രണ്ടുപേരും പുതിയ ചിത്രത്തിൽ വേഷമിടുക. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു. ഇൻസ്റ്റഗ്രാമിലും സജീവ സാന്നിധ്യമാണ് നടി ശോഭനയ്ക്ക്.